ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതുകയും ആ കഥാപാത്രങ്ങൾ ഉരുത്തിരിഞ്ഞതിന് ശേഷം കഥാപാത്രങ്ങൾക്കുള്ള അന്വേഷണമായിരുന്നു. ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന നടൻ, നടി എന്നുള്ള രീതിക്ക് ഏകദേശം 3 മാസം എടുത്താണ് കാസ്റ്റിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തന്നെ. അത് ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നമ്മൾ രംഗത്ത് കാണുന്ന അഭിനേതാക്കളെ കണ്ടെത്തിയത്. അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അരുൺ നാരായണനാണ്. അരുൺ നാരായണൻ എന്ന് മാത്രമല്ല, എല്ലാ നടീനടന്മാരും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷെ അവർക്ക് വൻ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് അറിയപ്പെടാതെ പോയതാണ്. 220 ലക്ഷം പേർ കണ്ട് ആസ്വദിച്ച കടും കാപ്പി എന്ന മ്യൂസിക്കൽ വീഡിയോയിലൂടെ രംഗത്ത് വന്ന ആളാണ് അരുൺ നാരായണൻ. അപ്പോൾ അരുൺ നാരായണനെ യുവ തലമുറയ്ക്ക് നന്നായിട്ടറിയാം. കടും കാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അദ്ദേഹമാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനുമെല്ലാം ബെസ്റ്റ് ആക്ട്രസ്സായി തിളങ്ങിയിട്ടുള്ള ആതിര സുധീറാണ് ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ ആതിര സുധീറിൻ്റെ നായിക വേഷം നാഷണൽ അവാർഡിൻ്റെ അവസാന റൗണ്ട് വരെ എത്തിയതാണ്. അവസാനം പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അത്ര നന്നായി അതിനകത്ത് ആതിര സുധീർ അഭിനയിച്ചിട്ടുണ്ട്. ഉപനായക കഥാപാത്രം ചെയ്തിരിക്കുന്ന ജിഷ്ണു വിജയൻ നായർ യദു വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത ഭഗവത ജുഗം എന്ന സംസ്കൃത സിനിമയിലെ നായകനായിരുന്നു. അതിനകത്തുള്ള പെർഫോമൻസ് കണ്ട് ഈ റോളിന് അദ്ദേഹം ചേരുമെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അതിൽ കാസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അതിനകത്ത് സോപാനം നാടക വേദിയിലൂടെ കടന്നു വന്ന സജി സോപാനം, ആശാ നായർ, ഡോറാബായി, റോയ് മാത്യു പുനലൂർ തുടങ്ങി നിരവധി താരങ്ങൾ അതിനകത്ത് നടന്മാർ അഭിനയിച്ചിട്ടുണ്ട്. അവർ താമസിയാതെ തന്നെ മലയാള സിനിമയിലെ സ്ഥിരമുഖങ്ങളായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്.